Hello students, welcome to this channel. So we are going to start a new session of the semester 4. Subject is graph theory. The subject code is MAT 206. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ്സ് ആണ്. അപ്പോൾ ബേസിക്സ് ആണ്. അപ്പോൾ ഇത് ശരിക്കും നല്ല എളുപ്പമുള്ളൊരു മൊഡ്യൂളാണ്, നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. സോ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്ന കണ്ടൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, അത് കഴിഞ്ഞിട്ട് ബേസിക് ഡെഫിനിഷൻസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ്സ് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ ഡെഫിനിഷൻസ് നോക്കുന്നുണ്ട്, അതായത് ഫൈനൈറ്റ് ഗ്രാഫ്, ഇൻഫൈനൈറ്റ് ഗ്രാഫ്, ബൈപാർട്ടഡ് ഗ്രാഫ്, ഇൻസിഡൻസ് ഗ്രാഫ്, വാട്ട് ഇസ് എ ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ്, ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്താണ്, പെൻഡൻറ്റ് വെർട്ടെക്സ് എന്താണ്, നൾ ഗ്രാഫ് എന്താണ്, പിന്നെ പാത്ത്, സർക്യൂട്ട്, ഐസോമോർഫിസം, സബ് ഗ്രാഫ്, വാക്ക് പാത്ത്, സർക്യൂട്ട്, കണക്റ്റഡ് ഗ്രാഫ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ്, പിന്നെ ആൻഡ് കോമ്പണൻസ്. ഇതിൽ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ കണ്ടൻറ്റ് മാത്രമല്ലാതെ ഇതിൻ്റെ കൂടെ ഇതിനെ ബേസ് ചെയ്ത് വരുന്ന തിയറംസും പ്രോബ്ലംസും നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ തന്നെ, ഇത് കേൾക്കുമ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണ ഗ്രാഫ് ഷീറ്റിൽ വരയ്ക്കുന്ന ഒരു ഗ്രാഫ് അല്ല നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസും പോയിൻറ്റ്സും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് എ ഗ്രാഫ്, അതാണ് ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഗ്രാഫ് എന്താണ്? നമ്മൾ സാധാരണ ഗ്രാഫ് ഷീറ്റിലെ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയും, എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും അല്ല. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഇങ്ങനെ എടുക്കും. അപ്പോൾ 1 2 3 ഇങ്ങനെ നമ്മൾ കുറേ പോയിൻറ്റ്സ് എടുത്താൽ ആ പോയിൻറ്റ്സിനെ സപ്പോസ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുവാണ്, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഒരു വെർട്ടെക്സിൻ്റെ പോയിൻറ്റിൽ തുടങ്ങി മറ്റൊരു വെർട്ടെക്സിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇത് ഒരു ഗ്രാഫാണ്. അപ്പോൾ ഇതാണ് ഒരു ഗ്രാഫ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെറുതെ അല്ല, അതായത് ഇതിനെ ആദ്യം നമ്മൾ ഒരു പേര് കൊടുക്കും, അതാണ് ജി എന്ന നൊട്ടേഷൻ. ആ ജി എന്ന് പറയുന്നത് എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അതിൽ വെർട്ടെക്സും ഉണ്ടാവും, എഡ്ജസും ഉണ്ടാവും. അപ്പോൾ ഈ വി എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ വി ആണ്. ഈ ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ വെർട്ടിസസ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഓൾ വെർട്ടിസസ് എന്നുള്ള നൊട്ടേഷനെ നമ്മളിങ്ങനെ ഇതിനകത്ത് സ്മോൾ v1 സ്മോൾ v2 എന്ന നൊട്ടേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഈ വെർട്ടെക്സിനെ നമ്മൾ സപ്പോസ് v1 v2 v3 എന്ന് ഇങ്ങനെ നമ്മൾ നൊട്ടേഷൻ ഇടുവാണെങ്കിൽ, അപ്പോൾ അന്നേരം നമുക്ക് എന്തായിരിക്കും വരിക? ഈ വി എന്ന് പറയുന്നത്, ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് വെർട്ടെക്സ് സെറ്റ് ആണ്. അതെങ്ങനെ എടുക്കണം? v1 v2 v3യുടെ കളക്ഷൻസ്, ആ വെർട്ടെക്സിൻ്റെ കളക്ഷൻസ് എല്ലാം നമ്മൾ ക്യാപിറ്റൽ വി എന്ന് ഡിനോട്ട് ചെയ്യണം. ഇനി ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ എഡ്ജ് സെറ്റ്. അപ്പോൾ എങ്ങനെ എടുക്കണം? അപ്പം നമുക്കിവിടെ എഡ്ജസ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ഈ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് എഡ്ജസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ E1 എന്നും ഇതിനെ നമ്മൾ E2 എന്നും പറയും. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എഡ്ജസ്, അപ്പോൾ കളക്ഷൻ ഓഫ് എത്ര എഡ്ജസ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഒരു സെറ്റ് ബ്രാക്കറ്റിനകത്ത് എഴുതും. അതെങ്ങനെ എഴുതും? നമ്മൾ E1 E2 എന്ന് ഇങ്ങനെ എഴുതും. അപ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വെർട്ടെക്സ് സെറ്റുകളും ഉണ്ടാവണം, അതായത് പോയിൻറ്റ്സ്. വെർട്ടെക്സ് എന്ന് പറയും, അല്ലെങ്കിൽ നോഡ് എന്ന് പറയും, അല്ലെങ്കിൽ പോയിൻറ്റ് എന്ന് പറയും. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വേർഡ് വെർട്ടെക്സ് എന്നാണ്. പിന്നെ എഡ്ജസ് എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യുന്ന, രണ്ട് വെർട്ടെക്സിനെ കണക്റ്റ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മളതിനെ എഡ്ജ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ എഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും വെർട്ടെക്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ്, അതായത് രണ്ട് വെർട്ടെക്സ് ചേർന്നാലല്ലേ ഒരു എഡ്ജ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെർട്ടെക്സിൻ്റെ, അതായത് v1 v2 ചേർന്നാൽ അത് E1, ഇനി v2 v3 വന്നാൽ അത് E2. അപ്പോൾ E1 എന്ന് പറയുന്നത് നമ്മൾ എഡ്ജ് സെറ്റ്, രണ്ട് വെർട്ടെക്സിനെ ജോയിൻ ചെയ്യുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക്? ലെറ്റ് വി ബി എ ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. അപ്പോൾ വെർട്ടെക്സ് സെറ്റ് ഇല്ലെങ്കിൽ അവിടെ എഡ്ജ് സെറ്റ് ഇല്ല. അത് മനസ്സിലാക്കേണ്ടതാണ്. വെർട്ടെക്സ് ഉണ്ടെങ്കിലേ അവിടെ നമുക്ക് എഡ്ജസ് ഉണ്ടാവത്തുള്ളൂ. എഡ്ജസ് ഇല്ല,
ബട്ട് വെർട്ടെക്സ് ഉണ്ട്, എങ്കിലും അത് ഗ്രാഫാണ്. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനിങ്ങനെ മാത്രം എടുക്കുവാണ്. എന്നാൽ ഞാനിതിനെ V1 V2 V3 എന്ന് മെൻഷൻ ചെയ്യുവാണ്. അപ്പോൾ അന്നേരം ഇതെന്താണ്? വെർട്ടെക്സ് ആണ്. ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എഡ്ജസ് ഇല്ല. അപ്പോൾ ഞാൻ V എന്ന് പറയുന്ന കളക്ഷൻ എങ്ങനെ എഴുതാം? V1 V2 V3 എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ എഡ്ജസ് ഉണ്ടോ? ഇല്ല. എഡ്ജസ് ഇല്ലാത്തത് കാരണം ഞാനതിന് 5 എന്ന് എഴുതുവാണ്. കാരണം എന്താ? അത് എംപ്റ്റി സെറ്റ്. അപ്പോൾ V എന്ന് പറയുന്നത് അതാണ് ഇവിടെ ഒരു വേർഡ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം മനസ്സിലായോ? വി ബി എ ഫൈനൈറ്റ്. വെർട്ടെക്സ് എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പോൾ വെർട്ടെക്സ് ഉണ്ട്, എഡ്ജസ് ഇല്ല, എങ്കിലും അതൊരു ഗ്രാഫാണ്. പക്ഷേ വെർട്ടെക്സ് എംപ്റ്റി ആണെങ്കിൽ അവിടെ ഗ്രാഫ് ഉണ്ടോ? ഇല്ല. അതാണ് കാര്യം. അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ വി ബി എ ഫൈനൈറ്റ്, അതാണ് വി എന്ന് പറയുന്ന സംഭവം ഫൈനൈറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. വി ബി എ ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ആൻഡ് ഇ ബി ദ സബ്സെറ്റ് ഓഫ് വി ക്രോസ് വി. വി ക്രോസ് വി എന്ന് എടുക്കാൻ കാരണം എന്താ? രണ്ട് വെർട്ടെക്സ് ചേർന്നാലേ ഒരു എഡ്ജ് വരത്തുള്ളൂ. അപ്പോൾ വെർട്ടെക്സ് സെറ്റിൻ്റെ സബ്സെറ്റാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി വി ദെൻ ജി ഈക്വൽ ടു V, E is called a graph. അത് എപ്പോഴാണ് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്? അതിൽ വെർട്ടെക്സ് സെറ്റും ഉണ്ടാവണം, എഡ്ജസും ഉണ്ടാവണം. അപ്പോൾ V എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ വെർട്ടിസസ്. എല്ലാ വെർട്ടിസസിനെയും നമ്മളൊരു സെറ്റ് ബ്രാക്കറ്റിനകത്ത് കൊണ്ടുവരുന്നു. അതിന് വേറൊരു പേരുണ്ട്. അതെന്താണ്? നോഡ്സ് ഓർ അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ്, വേറൊരു പേരാണ് പോയിൻറ്റ്സ്. നമ്മൾ പോയിൻറ്റ്സ് എന്ന വേർഡ് ഇവിടെ ഉപയോഗിക്കാറില്ല. കൂടുതലും നമ്മൾ വെർട്ടിസസ്, ഒന്നിൽ കൂടുതൽ വെർട്ടെക്സ് ആണെങ്കിൽ നമ്മളതിനെ വെർട്ടിസസ് എന്ന് പറയും. അപ്പോൾ ഒരു സിംഗിൾ പോയിൻ്റ് ആണെങ്കിൽ നോഡ്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നോഡ്സ്. ഇ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് അല്ലെങ്കിൽ ആർക്സ്. ആർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ആർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടും വരയ്ക്കാം, അല്ലെങ്കിൽ ആർക്കായിട്ടും വരയ്ക്കാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമുക്ക് ഇങ്ങനെയും എടുക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു ഗ്രാഫ് ഇങ്ങനെ നമ്മൾ എടുക്കുവാണ്. ഇത് ഒരു പോയിൻറ്റ് എ, ഇത് ഒരു പോയിൻറ്റ് ബി ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എടുത്താൽ അതും ഒരു ഗ്രാഫ് തന്നെയാണ്. കാരണം സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരയ്ക്കണം എന്നില്ല. ബിക്കോസ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ തന്നെ വേണമെന്നില്ല. ഞാനിങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു, അതായത് രണ്ട് വെർട്ടെക്സിനെ എനിക്ക് കണക്റ്റ് ചെയ്താൽ മതി. അത് തന്നെ എന്താണ്? ഇറ്റ് ഈസ് ആൻ ആർക്ക്. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വെർട്ടെക്സ് സെറ്റ് ഉണ്ടാവണം. മെയിനായിട്ട് ആ വെർട്ടെക്സ് സെറ്റ് എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം. ഇനി എഡ്ജസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ എഡ്ജസ് എന്ന് പറയുന്നത് വെർട്ടെക്സ് ഉണ്ടെങ്കിലേ എഡ്ജസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എഡ്ജസ് ചിലപ്പോൾ എംപ്റ്റി ആവാം. എംപ്റ്റി ആയാലും കുഴപ്പമില്ല. ബട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സെറ്റായിരിക്കും വരുന്നത്. അതായത് ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഗ്രാഫായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് വെർട്ടെക്സ് സെറ്റ് വേണം, എഡ്ജസ് വേണം. ഇനി അത് കൂടാതെ വെർട്ടെക്സ് സെറ്റിലെ നമ്മൾ സെറ്റ് ഓഫ് ഓൾ വെർട്ടിസസിനെയാണ് ക്യാപിറ്റൽ വി എന്നും സെറ്റ് ഓഫ് ഓൾ എഡ്ജസിനെ നമ്മൾ ക്യാപിറ്റൽ ഇ എന്നും എടുക്കാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. ഞാൻ ഈ ഗ്രാഫ്, അതായത് ഇങ്ങനെ ഒരു സിംഗിൾ പോയിൻ്റ് മാത്രം എടുത്തിട്ട് അതിനെ വെർട്ടെക്സ് V1 എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും ഒരു ഗ്രാഫാണ്. ഇതൊരു ഗ്രാഫാണോ എന്ന് ചോദിച്ചാൽ ആണ്, ഇതൊരു ഗ്രാഫാണ്. കാരണം അതിലൊരു സിംഗിൾ പോയിൻ്റേ ഉള്ളൂ. ഞാൻ ആ ഒരു സിംഗിൾ പോയിൻറ്റിനെ എങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ V1 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് എഡ്ജസ് ഉണ്ടോ? ഇല്ല, അതിന് എഡ്ജസ് ഇല്ല. ഇനി അടുത്ത ഗ്രാഫ് നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ G2-ൽ V1 V2 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ V1 V2 എന്നാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ E1 എന്ന് പറയുന്നത് ഞാനൊരു എഡ്ജായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു എഡ്ജ് വരുന്നുണ്ട്. എത്ര വെർട്ടിസസ് വരുന്നുണ്ട്? 2 വെർട്ടിസസ് ആണ് വരുന്നത്, V1ഉം V2ഉം. പക്ഷേ എൻ്റെ കയ്യിൽ എത്ര എഡ്ജാണ് വരുന്നത്? ഒരേ ഒരു എഡ്ജ് മാത്രം, അത് E1. ഇനി നമുക്ക് മൂന്നാമത്തെ ഗ്രാഫ് നോക്കാം. G3. ഞാനിങ്ങനെ 3 ഗ്രാഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ G1 ഒരു ഗ്രാഫ്, G2 ഒരു ഗ്രാഫ്, G3 ഒരു ഗ്രാഫ്. G3 ഗ്രാഫ് എങ്ങനെ എടുത്തിട്ടുണ്ട്? V1 V2 V3 എന്ന് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഡ്ജിനെ ഞാൻ E1 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, ഇതിനെ E2 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, ഇത് E3. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര വെർട്ടിസസ് ഉണ്ട്? നമ്മുടെ കയ്യിൽ V1 ഉണ്ട്,
V2 ഉണ്ട്, V3 ഉണ്ട്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ വെർട്ടിസസ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ V1, V2, V3. എഡ്ജസ് എത്ര എണ്ണം ഉണ്ട്? E1, E2, E3. അപ്പോൾ ഇത് മനസ്സിലായി നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ V ഈക്വൽ ടു, അതായത് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ V ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഗ്രാഫിന് ഇത് മൂന്ന് ഗ്രാഫാണ് ഞാൻ ഒറ്റ ലൈനിൽ ഞാനിങ്ങനെ വരച്ചിരിക്കുന്നതാണ്. മൂന്നും ഒരു ഗ്രാഫല്ല, ഒരു ഗ്രാഫായിട്ട് വേണമെങ്കിലും എടുക്കാം. അത് ഇനി നിങ്ങൾ ഫർദറായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് ഒരു ഗ്രാഫാണ്, ഇതൊരു ഗ്രാഫാണ്, ഇതൊരു 3 ഗ്രാഫായിട്ട് നോക്കാം. ഞാൻ ഒറ്റ ലൈനിൽ വരച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ V ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് ഓൾ V1. അങ്ങനെയാണെങ്കിൽ എൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? എം ടി സെറ്റ്. കാരണം ഈ ഗ്രാഫിൽ എഡ്ജസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ E ഈക്വൽ ടു എം ടി. അടുത്ത ഗ്രാഫിൽ നോക്കുമ്പോൾ എന്താണ്? V ഈക്വൽ ടു V1, V2 ആൻഡ് E ഈക്വൽ ടു എത്ര എഡ്ജസ് ഉണ്ട്? ഒരേ ഒരു സിംഗിൾ എഡ്ജാണ്. ആ E1 എന്ന് പറയുന്നത് എന്താണ്? V1, V2നെ ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന എഡ്ജാണ് E1. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു എഡ്ജ് ഉണ്ടാവണമെങ്കിൽ അതിൽ എത്ര വെർട്ടിസസ് വേണം? ഉറപ്പായിട്ടും 2 വെർട്ടിസസ് വേണം. ആ 2 എൻഡ് വെർട്ടിസസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഡ്ജ് ഫോം ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ V1, V2, V3 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ 3 വെർട്ടിസസ്. അപ്പോൾ V ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ V1, V2, V3 എന്നെഴുതുക. അത് കഴിഞ്ഞിട്ട് E എന്ന് പറയുന്നത് എന്താണ്? E1, E2, E3. ഇനി E1 എന്ന് പറഞ്ഞാൽ എന്താണ്? V1, V2. ഇപ്പം ഞാനിവിടെ എന്താ എടുത്തിരിക്കണേ? E3 എന്ന് പറഞ്ഞാൽ എന്താ? V2, V3. ഇനി E2 എന്ന് പറയുന്നത് എന്താണ്? V1, V3. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താണ്? നമുക്ക് നോക്കാം. ഹിയർ E1 is set to connect with V1 and V2 in graph 2. ഗ്രാഫ് 2ൽ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ E1 എന്ന് പറയുന്നത് is connected with V1 and V2 ആണല്ലോ. വിച്ച് മീൻസ് ദാറ്റ് V1 and V2 are the end points. V1ഉം V2ഉം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, V1ഉം V2ഉം ആണ് ഒരു എഡ്ജിൻ്റെ എൻഡ് പോയിൻറ്റ്സ്. അപ്പോൾ ഒരു എഡ്ജ് ഫോം ആവണമെങ്കിൽ അവിടെ നമ്മുടെ കയ്യിൽ 2 വേർട്ടിസസ് ഉണ്ടാവണം. ഇനി എനി പെയർ ഓഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിസസ്. മറക്കരുത്, എനി പെയർ ഓഫ് വെർട്ടിസസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ബൈ എൻ എഡ്ജ് ഇൻ എ ഗ്രാഫ് ഇസ് കോൾഡ് അഡ്ജസൻറ്റ് നോഡ്സ് ഓർ അഡ്ജസൻറ്റ് വെർട്ടിസസ്. എനി പെയർ ഓഫ് നോഡ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് 2 പെയർ ഓഫ് വെർട്ടിസസ് നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിലും നമ്മൾ എന്താ പറയുക? ആ 2 വെർട്ടിസസ്, അതായത് എനി പെയർ ഓഫ് വെർട്ടിസസ്. ഇപ്പോൾ നമ്മൾ 2 പെയർ ഓഫ് വെർട്ടിസസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് കണക്റ്റഡ് ബൈ എൻ എഡ്ജ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടക്സ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കുവാണ്, AB എന്നാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ E1 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എഡ്ജാണെങ്കിൽ ഇതിൽ പറയുന്ന 2 പെയർ ഓഫ് വെർട്ടിസസ് എന്ന് പറയുന്നത് A ഒരെണ്ണം, മറ്റൊന്ന് B. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. എനി പെയർ ഓഫ് വെർട്ടിസസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ബൈ എൻ എഡ്ജ്. ആ എഡ്ജ് ഏതാണ്? E1 ഇൻ എ ഗ്രാഫ് ഇസ് കോൾഡ് ആസ് അഡ്ജസൻറ്റ് നോഡ്സ് ഓർ അഡ്ജസൻറ്റ് വെർട്ടിസസ്. അപ്പോൾ ഇപ്പം നമുക്ക് ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ വെർട്ടിസസ്, പോയിൻറ്റ്സ് എന്ന് ഇനി അധികം ആ വേർഡ് നിങ്ങൾ ഉപയോഗിക്കരുത്. നമ്മൾ കൂടുതലും പറയുന്നത് വെർട്ടിസസ് എന്നാണ്. അപ്പോൾ അത് ഇനി വെർട്ടിസസ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ, കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഗ്രാഫിൻ്റെ ഡെഫിനിഷനാണ് ഇന്നിപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ എക്സാമ്പിൾ ഇനി വേണ്ട എന്നാണ്. നമുക്ക് നോക്കാം. ഇനി ഒരു ഗ്രാഫിൽ ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഒരു ഗ്രാഫിൽ P വെർട്ടിസസ്, അതായത് നമ്പർ ഓഫ് വെർട്ടിസസ് എത്രയാണ്? P ആൻഡ് നമ്പർ ഓഫ് വെർട്ടിസസ് Q ആണെങ്കിൽ ആ ഗ്രാഫിൻ്റെ പേര് PQ ഗ്രാഫ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുവാണ്, അതായത് 3 വെർട്ടെക്സ്, നമ്പർ ഓഫ് വെർട്ടിസസ് ഇസ് ഈക്വൽ ടു 3. നമ്പർ ഓഫ് വെർട്ടിസസ് ഇസ് ഈക്വൽ ടു 3. നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ടു 3. ഇപ്പം ഞാൻ ഇത് തന്നിട്ട് ഒരു ഗ്രാഫ് നമ്മൾ ഇപ്പോൾ 3 വെർട്ടെക്സും 3 എഡ്ജസും ഉള്ള ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറയുന്നു. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ എത്ര വെർട്ടിസസ്? 3 വെർട്ടിസസ്, V1, V2, V3 ആൻഡ് അടുത്ത എഡ്ജ് നമുക്ക് എങ്ങനെ എടുക്കാം? E1, E2, E3. 3 എഡ്ജസ് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന് എത്ര വെർട്ടിസസ് ഉണ്ട്?
3 vertices. സപ്പോസ് ഇത് 3 verticesഉം 3 edgesഉമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ദിസ് ഗ്രാഫ് G1 എന്ന് പറയുന്നതിനെ എനിക്ക് എങ്ങനെ എഴുതാം? G1 is equal to 3 vertex, 3 edges graph എന്നെനിക്ക് പറയാം. അതായത് 3,3 ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 3 വെർട്ടെക്സും 3 എഡ്ജസും വരുന്ന ഗ്രാഫാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഗ്രാഫിൽ P വെർട്ടെക്സും Q എഡ്ജസുമാണ് വരുന്നത്. P വെർട്ടിസസ് ആൻഡ് Q എഡ്ജസ് ആണ് വരുന്നതെങ്കിൽ ആ ഗ്രാഫിൻ്റെ പേര് PQ ഗ്രാഫ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്പർ ഓഫ് വെർട്ടിസസ് ഈക്വൽ ടു 3 എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇനി നമ്പർ ഓഫ് എഡ്ജസിന് നമ്മൾ 3 എന്നാണ് എടുക്കുന്നത്, 3 എന്നാണ് എടുക്കുന്നതെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് ഇങ്ങനെ സിമ്പിളായിട്ട് ഞാനൊരു ഗ്രാഫ് വരച്ചതാണേ. അപ്പോൾ ഒരു സിമ്പിൾ ഗ്രാഫ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് G1 എന്ന് പറയുന്നതിനെ എങ്ങനെ പറയാം? 3,3 ഗ്രാഫ്. അതായത് P ഈക്വൽ ടു, എനിക്കിവിടെ ഞാൻ എടുത്തിരിക്കുന്ന P ഈക്വൽ ടു എത്ര? 3. ഇനി ഒരെണ്ണം Q is equal to 3. അപ്പോൾ 3,3 ഗ്രാഫാണ് എന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. സപ്പോസ് നമ്പർ ഓഫ് വെർട്ടിസസ്, ഇപ്പോൾ ഞാൻ നമ്പർ ഓഫ് വെർട്ടിസസ് ഇസ് ഈക്വൽ ടു 1 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ, നമ്പർ ഓഫ് വെർട്ടിസസ് 1 ആൻഡ് നമ്പർ ഓഫ് എഡ്ജസ് എടുക്കുമ്പോൾ അത് ഞാനിപ്പോൾ 0 എന്നാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? ഒരേ ഒരു വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ, പക്ഷേ എഡ്ജസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരേ ഒരു വെർട്ടെക്സ് V1 മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ എഡ്ജസ് ഉണ്ടോ? ഇല്ല. കാരണം നമ്പർ ഓഫ് എഡ്ജസ് എന്താണ്? 0. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ P ഈക്വൽ ടു 1, Q ഈക്വൽ ടു എത്ര? 0. P ഈക്വൽ ടു 1 ആൻഡ് Q ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ പേരെന്താണ്? 1,0 ഗ്രാഫ്. 1,0 ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് P ഈക്വൽ ടു 1 ആൻഡ് Q ഈക്വൽ ടു 0. അതായത് PQ ഗ്രാഫ് എന്നല്ലേ നമ്മൾ പറയുന്നത്? P ഈക്വൽ ടു 1 ആൻഡ് Q ഈക്വൽ ടു 0. അപ്പം നമ്മളിവിടെ അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ബേസിക്സ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഒരു ഗ്രാഫ് എന്താണെന്ന് നോക്കി, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് ട്രിവിയൽ ഗ്രാഫാണ് നമ്മൾ നോക്കിയത്. അതായത് ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എഡ്ജിന്, അതായത് വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ. എ ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയുന്നത് എ ഗ്രാഫ് വിത്ത് എ വെർട്ടെക്സ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരേ ഒരു വെർട്ടെക്സ് മാത്രം വരുന്നതാണെങ്കിൽ, ഒരേ ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രം വരുന്നതാണ് എങ്കിൽ V ഈക്വൽ ടു V1 മാത്രമേ ഉള്ളൂ, എഡ്ജ് സെറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അതൊരു എംപ്റ്റി സെറ്റാണ് എന്ന് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ ഗ്രാഫാണ് ട്രിവിയൽ ഗ്രാഫ്. ഇനി ഒന്നിൽ കൂടുതൽ സിംഗിൾ വെർട്ടെക്സ് ഉണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ വെർട്ടിസസ് മാത്രമുണ്ട് പക്ഷേ എഡ്ജസ് ഇല്ല, അതായത് ഇങ്ങനത്തെ ഗ്രാഫാണെങ്കിൽ, ഇങ്ങനെ നോക്കിക്കേ, V1, V2, V3, V4 ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നതെങ്കിൽ, അതായത് എ ഗ്രാഫ് വിത്തൗട്ട് എഡ്ജസ് ഇസ് കോൾഡ്, അതായത് ഗ്രാഫ് വിത്തൗട്ട് എഡ്ജസ് ബട്ട് വെർട്ടിസസ് ആർ ദെയർ. അങ്ങനെയാണെങ്കിൽ V ഈക്വൽ ടു V1, V2, V3, V4 സെറ്റ് ഓഫ് ഓൾ V ഈക്വൽ ടു നമ്മളിങ്ങനെ എടുക്കുന്നു. സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് എങ്ങനെയാണോ? ഇസ് ഈക്വൽ ടു, എഡ്ജസ് ഇവിടെ കണക്ഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അതൊരു എംപ്റ്റി സെറ്റ് അല്ലേ? അപ്പോൾ ഒരേ ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രമാണ് വരുന്നതെങ്കിൽ അത് ട്രിവിയൽ ഗ്രാഫ്. ഒന്നിൽ കൂടുതൽ വെർട്ടിസസ് അവിടെ വരുന്നുണ്ട് പക്ഷേ എഡ്ജസ് ഇല്ല, അവിടെ ഒരേ ഒരു വെർട്ടെക്സ് മാത്രമെങ്കിൽ ട്രിവിയൽ ഗ്രാഫ്. ഒന്നിൽ കൂടുതൽ വെർട്ടിസസ് മാത്രമുണ്ട് പക്ഷേ എഡ്ജസ് ഇല്ല എങ്കിൽ ആ ഗ്രാഫിൻ്റെ പേരാണ് എംപ്റ്റി ഗ്രാഫ് ഓർ നൾ ഗ്രാഫ്. അപ്പോൾ നൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗ്രാഫിൽ വെർട്ടിസസ് ഉണ്ട് പക്ഷേ എഡ്ജസ് ഇല്ല. ഇനി ഐസൊലേറ്റഡ് വെർട്ടെക്സ്, ഇഫ് എ വെർട്ടെക്സ് ദാറ്റ് ഇസ് നോട്ട് അഡ്ജസൻറ്റ് ടു എനി അതർ വെർട്ടെക്സ് ദെൻ ദാറ്റ് വെർട്ടെക്സ് ഇസ് കോൾഡ് ആൻ ഐസൊലേറ്റഡ് വെർട്ടെക്സ്. ഇപ്പോൾ ഗ്രാഫിൽ സപ്പോസ് ഒരു ഗ്രാഫ് നമ്മളിപ്പോൾ എടുക്കുവാണെന്ന് വെച്ചോ, അതായത് ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്, അതിൽ എൻ്റെ ഗ്രാഫിൽ എന്താണ് വരുന്നത്? V1, V2, V3, V4, V5 എന്ന് ഒരു പോയിൻ്റ് മാത്രമുണ്ട്. പക്ഷേ V5 നോക്കുമ്പോൾ V1ഉം V2ഉം V3, V4 എല്ലാം കണക്റ്റഡ് ആണ്. ഒരു എഡ്ജ് വരുന്നുണ്ട്, E1, E2, E3, E4 എഡ്ജസ് ഉണ്ട്. പക്ഷേ V5 കണക്റ്റഡ് അല്ല, അല്ലാതെ ഒരു വെർട്ടെക്സ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഗ്രാഫിൽ ബാക്കിയുള്ള എല്ലാ എഡ്ജസും എന്താണ്? തമ്മിൽ കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ആയിട്ട് എഡ്ജസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആയിരിക്കുവാണ്. പക്ഷേ ഒരു വെർട്ടെക്സ് മാത്രം ആരുമായിട്ടും ഒരു കണക്ഷനും ഇല്ലാതെ ആ ഗ്രാഫിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വെർട്ടെക്സ് ഉണ്ടെങ്കിൽ, അതായത് ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കേ, ഇതിൻ്റെ ഈ ഡെഫിനിഷൻ
if a vertex that is not adjacent to any other vertices, ഒരേ ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രം മറ്റ് വെർട്ടെക്സുമായിട്ട് മറ്റ് വേർട്ടിസസുമായിട്ട് കണക്റ്റഡ് അല്ല, അഡ്ജസൻ്റ് അല്ല എങ്കിൽ ആ വെർട്ടെക്സിൻ്റെ പേരാണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അതായത് ഇങ്ങനെ ഓർക്കുക, ഒരേ ഒരു വെർട്ടെക്സ് മാത്രമുണ്ട്, ഇത് മാത്രമാണ് വരുന്നതെങ്കിൽ ഇത് ട്രിവിയൽ ഗ്രാഫ്. ഇതെന്താണ്? ട്രിവിയൽ ഗ്രാഫാണ്, മറക്കരുത്. ഇനി ഒന്നിൽ കൂടുതൽ വെർട്ടിസസ് ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചോ, V1 V2, അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഗ്രാഫാണ്? ഇറ്റ് ഈസ് എ എന്താണ്? എം ടി ഗ്രാഫ് ഓർ എ നൾ ഗ്രാഫ്. അതാണ്ട് വെർട്ടിസസ് മാത്രമുണ്ട് പക്ഷേ എഡ്ജസ് ഇല്ല എങ്കിൽ അതെന്താണ്? നൾ ഗ്രാഫ്. ഇനി അതേത് എഡ്ജസ് കണക്റ്റഡ് ആണ്, എന്നാൽ ഇങ്ങനെ കണക്റ്റഡ് ആണ് പക്ഷെ ഒരേ ഒരു വെർട്ടെക്സ് കൂടി വരുന്നുണ്ട്, ഇങ്ങനെ വന്നാൽ അതെന്താണ്? ഇപ്പോൾ സപ്പോസ് V1 V2 V3 ആണെങ്കിൽ V1ഉം V2ഉം കണക്റ്റഡ് ആണ്, ബട്ട് V3 കണക്റ്റഡ് അല്ല. V3 V1ഉമായിട്ടോ V2ഉമായിട്ടോ കണക്റ്റഡ് അല്ല എങ്കിൽ അത് ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സ്. അപ്പോൾ ട്രിവിയൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വെർട്ടെക്സ് മാത്രം. എം ടി ഗ്രാഫ് അല്ലെങ്കിൽ നൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വേർട്ടിസസ് മാത്രം, ഒന്നിൽ കൂടുതൽ വേർട്ടിസസ് ഉണ്ട് പക്ഷേ എഡ്ജസ് ഇല്ല, എഡ്ജസ് എം ടി ആണ്. ആദ്യത്തേതിൽ ഒരേ ഒരു വെർട്ടെക്സ്, എഡ്ജ് എം ടി. അതേപോലെ രണ്ടാമത്തേതിൽ ഒന്നിൽ കൂടുതൽ വേർട്ടിസസ് ഉണ്ട് പക്ഷേ എഡ്ജസ് ഇല്ല, എം ടി. മൂന്നാമത്തേത് ഐസൊലേറ്റഡ് വെർട്ടെക്സ്, വെർട്ടിസസും എഡ്ജസും ഉണ്ട് പക്ഷേ ഇതിൽ കണക്റ്റ് ആവാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരേ ഒരു വെർട്ടെക്സ് മാത്രമുണ്ടെങ്കിൽ ആ വെർട്ടെക്സിൻ്റെ പേരാണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ്. സോ ഇവിടെ ഈ ഗ്രാഫിനകത്ത് V1ഓ V2ഓ V3ഓ V4ഓ ഐസൊലേറ്റഡ് വെർട്ടെക്സ് അല്ല, ഇതിൽ ഒരേ ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് മാത്രമേ വരുന്നുള്ളൂ. അത് ഏതാണ്? V5. So in this example V5 is an isolated vertex since V5 is not adjacent with any other vertices. Now ഇനി നമുക്ക് ഫൈനൈറ്റ് ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു ഗ്രാഫിൻ്റെ വെർട്ടെക്സ് എടുക്കുമ്പോൾ നമ്മുടെ ഗ്രാഫിൽ സപ്പോസ് ഗ്രാഫ് ഇങ്ങനെ വരുന്നത്, സപ്പോസ് ഗ്രാഫിൽ വെർട്ടിസസ് ഉണ്ട്, അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടിസസ് അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് വെർട്ടിസസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രാഫിനെ ഫൈനൈറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടിസസ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ എന്ത് പറയും? ഫൈനൈറ്റ് എന്ന് പറയും. എക്സാമ്പിൾ ഞാൻ പറയാം. അടുത്തത്, എ ഗ്രാഫ് വിത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടിസസ് മസ്റ്റ് ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടിസസ് ഉണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ് നമുക്ക് എടുക്കുവാണെങ്കിൽ, ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ് രണ്ടും വരണം. ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടിസസ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ് വരുവാണെങ്കിൽ ഗ്രാഫ് ഫൈനൈറ്റ് ആണ്. അപ്പോൾ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. V1 V2 V3 V4. അതിൽ എത്ര എഡ്ജസ് ഉണ്ട്? E1 E2 E3 E4. അപ്പോൾ വെർട്ടെക്സ് ഫൈനൈറ്റ് ആണോ? വേർട്ടിസസ്, നമ്പർ ഓഫ് വേർട്ടിസസ് എത്രയാണ്? 4. അപ്പോൾ V1 V2 V3 V4. അതായത് ദ നമ്പർ ഓഫ് വേർട്ടിസസ്, വെർട്ടെക്സ് സെറ്റ് V ഈക്വൽ ടു V1 V2 V3 V4 which is finite. Then edge set E equal to E1 E2 E3 E4. That is also finite. അപ്പോൾ ഈ ഗ്രാഫ് എന്താണ്? This graph is a finite graph. This is a finite graph. ഇനി ഇൻഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇങ്ങനെയാണെന്ന് വെച്ചോ. ഇത് ഒരു ഗ്രാഫായിട്ട് ഞാനിപ്പോൾ എടുക്കുവാണ്. പക്ഷേ ഇതിൽ വേർട്ടിസസ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എഡ്ജസ്, നമ്പർ ഓഫ് എഡ്ജസ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു കൗണ്ട് ദ നമ്പർ ഓഫ് എഡ്ജസ്? ഇസ് ഇറ്റ് പോസിബിൾ ടു കൗണ്ട്? നോ. കാരണം എഡ്ജസ്, അതായത് ഇവിടെ ഫൈനൈറ്റ് അല്ല, എഡ്ജസ് ഫൈനൈറ്റ് അല്ല. നമ്പർ ഓഫ് വേർട്ടിസസ് നമുക്കിവിടെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. 9 വേർട്ടിസസ്, 1 2 3 4 5 6 7 8 9 9 വേർട്ടിസസ് ഉണ്ട്. ബട്ട് നമ്പർ ഓഫ് എഡ്ജസ് നമുക്കിവിടെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കണ്ടിന്യൂവേഷൻ ഇല്ല, എവിടെ ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ്, അതായത് ഇത് ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇനിയും ബാക്കി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയില്ല ഇനി എത്രത്തോളം വലുതാണ് എന്നുള്ളത്. അതായത്
അതായത് ഈ ഗ്രാഫ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്കറിയത്തില്ല. അന്നേരം നമുക്കിവിടെ തന്നിരിക്കുന്ന വേർട്ടിസസ് മാത്രം നമുക്കിവിടെ കൗണ്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ എഡ്ജസ്, നമ്പർ ഓഫ് എഡ്ജസ് എങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തെടുക്കും? സോ ദാറ്റ് ദീസ് ടൈപ്പ് ഓഫ് ഗ്രാഫ്സ്, ഈ ഗ്രാഫ് എന്ന് പറയുന്നതാണ് ഇൻഫൈനൈറ്റ് ഗ്രാഫ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഫൈനൈറ്റ് നമ്പർ ഓഫ് വേർട്ടിസസ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ് ആണ് വരുന്നതെങ്കിൽ ആ ഗ്രാഫ് ഒരു ഫൈനൈറ്റ് ഗ്രാഫ്. ഇനി അതേസമയം അതല്ലാത്ത പക്ഷത്തിൽ, അത് ഇല്ല എങ്കിൽ ആ ഒരു ഗ്രാഫിൻ്റെ പേര്, അങ്ങനെ അല്ലാതെ വരുന്ന ഗ്രാഫ് എല്ലാം ഇൻഫൈനൈറ്റ് ഗ്രാഫാണ്. സീ ദ ഡെഫിനിഷൻ: എ ഗ്രാഫ് ഇസ് സെറ്റ് ടു ബി എ ഫൈനൈറ്റ് ഗ്രാഫ് ഇഫ് ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് വേർട്ടിസസ് ആൻഡ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ്. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇൻഫൈനൈറ്റ് ഗ്രാഫ്. അപ്പോൾ എഡ്ജസ് നമുക്കിവിടെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദാറ്റ് ഗ്രാഫ് ഇസ് കോൾഡ് ആസ് ഇൻഫൈനൈറ്റ് ഗ്രാഫ്. സോ യു ക്യാൻ ഡ്രോ ദിസ് എക്സാമ്പിൾ ഫോർ ദിസ് ഓൾസോ. നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ വരയ്ക്കാവുന്നതാണ്. സോ നമ്മൾ ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് എ ഗ്രാഫ് എന്താണെന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തൊക്കെയാണ് നോക്കിയത്? അത് കൂടാതെ നമ്മൾ അഡ്ജസൻറ്റ് വെർട്ടെക്സ് എന്താണെന്ന് നോക്കി, ട്രിവിയൽ ഗ്രാഫ് എന്താണെന്ന് നോക്കി, നൾ ഗ്രാഫ് എന്താണെന്ന് നോക്കി, ഐസൊലേറ്റഡ് വേർട്ടെക്സ് എന്താണെന്ന് നോക്കി, പിന്നെ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രാഫ് നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ് ആണ് ആദ്യത്തെ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ ഇന്ന് നോക്കിയിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, പക്ഷേ അടുത്ത വീഡിയോ എന്ന് പറയുന്നതും ഇതേ ഡെഫിനിഷൻസ്, ഇനിയും ഒരുപാട് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. അതായത് ഈ മോഡ്യൂൾ ഫുള്ളും ഡെഫിനിഷൻസ് മാത്രമാണ് കൂടുതലും വരുന്നത്. നമുക്ക് ഇനി അടുത്ത വീഡിയോയും നോക്കാനുണ്ട്. സോ ഇതിൽ നമ്മൾ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രാഫ്സിൻ്റെ വരെ നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, മെസ്സേജ് പോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിടാം. ഓക്കെ, താങ്ക് യു.